തന്നിരിക്കുന്ന പ്രസ്താവന നോക്കുക. 2025 ദാദാസാഹേബ് പുരസ്കാര ജേതാവ് മോഹൻലാലാണ്. ദാദാസാഹേബ് പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മോഹൻലാൽ. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റും രണ്ടാമത്തെ പ്രസ്താവന ശരിയുമാണ്. 2023 ദാദാസാഹേബ് പുരസ്കാരമാണ് 2025 മോഹൻലാലിന് ലഭിക്കുന്നത്. ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയാണ് ദാദാസാഹേബ് പുരസ്കാരം. ഇന്ത്യൻ സിനിമയുടെ പിതാവായ ദിൻദരാജ് ഗോവിന്ദ് ഫാൽക്കെയുടെ സ്മരണാർത്ഥമാണ് ദാദാസാഹേബ് പുരസ്കാരം നൽകുന്നത്. 1969 മുതലാണ് കേന്ദ്ര സർക്കാർ ഈ പുരസ്കാരം നൽകി വരുന്നത്. 10 ലക്ഷം രൂപയും സുവർണകമൽ മുദ്രയും പൊന്നാടയുമാണ് പുരസ്കാരം. 1969 ആദ്യമായി ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടുന്നത് ഇന്ത്യൻ സിനിമയുടെ റാണി എന്നറിയപ്പെടുന്ന ദേവിക റാണിയാണ്. പൃഥ്വിരാജ് കപൂർ, പങ്കജ് മാലിക്, നൗഷാദ്, സത്യജിത് റേ, ഭൂപൻ ഹസാരിക, ലതാ മങ്കേഷ്, മൃണാൾ സെൻ, അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, ആശാ പരേഖ്, വഹീദ റഹ്മാൻ, മിഥുൻ ചക്രവർത്തി തുടങ്ങിയവരാണ് ഇതിനു മുമ്പ് ഫാൽക്കെ പുരസ്കാരം നേടിയ പ്രമുഖ വ്യക്തികൾ. 2022 54ാമത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടുന്ന വ്യക്തിയാണ് മിഥുൻ ചക്രവർത്തി. ഇതിനു മുമ്പ് മലയാളത്തിൽ നിന്ന് ഫാൽക്കെ പുരസ്കാരം നേടിയ ഒരേയൊരു വ്യക്തി 2004 അടൂർ ഗോപാലകൃഷ്ണനാണ്. 2025 സെപ്റ്റംബർ 28 ശ്രീ മോഹൻലാൽ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിൽ നിന്നും ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്.